ഡാഡിയുടെ ഒറ്റ മിടുക്കുകൊണ്ട് കമ്പനി ഇപ്പോഴും പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നത്. അങ്ങനെ കള്ളത്തരം കാണിച്ചുള്ള ലാഭം നമുക്ക് വേണ്ടെന്ന് വെച്ചാ പോരെ? വിഡിതം പറയാതെ ശീലേ, അങ്ങനെ ഹരിചന്ദ്രൻ കളിച്ച് ബിസിനസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിലേ ഈ കമ്പനി കോടികളുടെ നഷ്ടത്തിലായനെ. എന്താ നിങ്ങൾ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശ്രീകലാമ്മ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ ഡാഡി ബിസിനസ്സിൽ കുറുക്ക് വഴി തേടിയിട്ടുണ്ടെങ്കിലേ അത് എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ. അതുകൊണ്ട് ഈ കമ്പനി ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്ന. ഡാഡിയെ വെറുതെ ബ്ലെയിം ചെയ്യാൻ നിൽക്കണ്ട. അല്ല ദേവുട്ടി, ഇതെന്താ ചെയ്യുന്നേ? ചായയൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. മറയ്ക്ക്. വേണ്ട. വേണ്ട വേണ്ട, ഇനി ഇവിടുത്തെ അടുക്കള പണിയൊന്നും നീ ചെയ്യണ്ട. അതെ, മോതിരം മാറൽ ചടങ്ങ് കഴിഞ്ഞോടെ നീ ഇപ്പൊ ഗഗന്റെ പെണ്ണായി കഴിഞ്ഞു. കല്യാണ പെണ്ണിനെ കൊണ്ട് അടുക്കള പണി ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. നിനക്ക് മടിയില്ലെന്ന് എനിക്കറിയാം, പക്ഷെ അത് ശരിയല്ലല്ലോ മോളെ. ഇനി കല്യാണം വരെ നീ അടുക്കളയെ കിടന്ന് കരിയും പുകയും കൊള്ളാൻ ഞാൻ അനുവദിക്കൂല. അല്ല, എക്സാമിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ ദേവുട്ടി, ഞാൻ പിന്നെ പഠിച്ചോളാം. അല്ല അത് അമ്മ ഞാൻ പറഞ്ഞില്ലേ മോളെ, നീ ഭാഗ്യമുള്ളവളാണെന്ന്. ഇല്ലെങ്കിൽ ഇത്രയും പൊന്നും പണമൊക്കെ നിനക്ക് കിട്ടുമായിരുന്നോ? ഇനി അഖിലയുടെ കാര്യം കൂടി ഇതുപോലെ മംഗളമായിട്ട് നടക്കണം. പക്ഷെ അതിനുള്ള വകയൊന്നും ഇവിടെ ഇല്ലാന്ന് നിനക്കറിയാലോ മോളെ. നിനക്ക് അത്രയും പണത്തിന്റെയും പൊന്നിന്റെയും ആവശ്യമില്ലല്ലോ. അതിന്റെ പകുതി നിനക്ക് അഖിലേക്ക് കൊടുത്തൂടെ? അത് മുഴുവൻ നീ അഖിലേക്ക് കൊടുക്കാന്നോ? എങ്കി ഇപ്പോ അതിന്ന് പകുതിയെങ്കിലും എടുത്തു കൊടുക്കുമോളെ. അതെന്താ ശരിയാവത്തെ? നീ പറഞ്ഞത് ശരിയാ. കല്യാണം കഴിയുമ്പോഴേ ആ ആഭരണങ്ങളൊക്കെ നിന്റെ സ്വന്തമാവും. എന്നാലും അതിന്ന് കുറച്ച് പകലേക്ക് കൊടുക്കാൻ നീ തറവാട്ടമ്മയോടൊന്ന് ചോദിച്ചു നോക്കോ? നീ ചോദിച്ചാ അവര് സമ്മതിക്കും. നീയേ ഇതവർക്ക് കൊണ്ടുപോയി കൊടുക്ക്. എന്നിട്ട് തഞ്ചത്തിലൊന്ന് ചോദിച്ചു നോക്ക്. കല്യാണം കഴിഞ്ഞ ആ പണ്ടങ്ങളൊക്കെ അവളുടെ സ്വന്തമാവും. പക്ഷെ അവളത് അഖിലേക്ക് കൊടുക്കാൻ സമ്മതിച്ചാലും ചിലപ്പോ ആ ദുഷ്ടൻ ഗഗൻ സമ്മതിച്ചില്ലെങ്കിലോ? അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് പകുതിയെങ്കിലും ചോദിച്ചു വാങ്ങുന്നതാ നല്ലത്. ഈശ്വരാ, ആ കിളവി സമ്മതിക്കണേ. എന്താ ദേവുട്ടി? അവരെ ഞാനും ഇവിടെ ഒന്നും കണ്ടില്ല. ഇനി അവരിവിടുന്ന് പോയോ? എന്താ ആരെയാ നോക്കുന്നേ? ആ മുത്തശ്ശി എവിടെ അച്ഛാ?
അവരിവിടെ ഒന്നും കാണുന്നില്ലല്ലോ. തറവാട്ടമ്മ കുറച്ചു മുമ്പ് ക്ഷേത്രത്തിലേക്കെന്നും പറഞ്ഞു പോകുന്നു കണ്ടു. എന്താ അവരെവിടെ പോയിന്നാ? അവര് അമ്പലത്തിൽ പോയെന്ന്. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? അച്ഛനോട് വല്ലതും പറഞ്ഞായിരുന്നോ? ആ, എന്നോട് പറഞ്ഞിട്ടാ പോയത്. ഈശ്വരാ, ഇനി അവരാ പണ്ടും പണം കൊണ്ടായിരിക്കോ പോയിട്ടുണ്ടാവുക? ദേവട്ടി മോളെ, നീ ഒന്ന് പോയി നോക്കിയത് അവിടെ തന്നെ ഉണ്ടോന്ന്. ചെല്ല്. അങ്ങതാ. അത് അവിടെ തന്നെ ഉണ്ടാവൂ. അവരതൊന്നും കൊണ്ടുപോയില്ല. അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ. നിന്നാ നിന്നെടുത്ത് കാണില്ല. അങ്ങനെ ഒരു മായാവി തള്ളേ അവര്. ഓ, ആ, എന്തായി മോളെ? ഓ, ഭാഗ്യം. ഞാനങ്ങ് പേടിച്ചു പോയി. ഇനി കല്യാണം നടത്താൻ വന്ന തറവാട്ടമ്മ ഉള്ള പണ്ടുമായിട്ട് മുങ്ങിക്കാണെന്ന് വിചാരിച്ചു. എങ്കിൽ ചെറുക്കൻ കൂട്ടരുടെ മുമ്പിൽ നമ്മൾ നാണം കെട്ടുപോയേനെ. നമ്മൾ എങ്ങനെ നാണം കെടാനാ? അവർക്ക് പണ്ടവും സ്ത്രീധനമൊന്നും കൊടുക്കാമെന്ന് ഇവിടെ ആരും ഏറ്റിട്ടൊന്നുമില്ലല്ലോ. എന്നാലും അതല്ലല്ലോ നാട്ടുമര്യാദ. ഓ, എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടുന്നവരെ മനുഷ്യന് മനസ്സമാധാനമില്ല. നിനക്കെന്തിനാ ഇത്ര മനസ്സമാധാനക്കേട്? നിങ്ങൾക്കത് പറയാം. എന്റെ മനസ്സിന്റെ ആദ്യം എനിക്കേ അറിയൂ. അല്ല, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ആ, ഞാൻ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു. പിന്നെ ദേവൂട്ടി തറവാട്ടമ്മ അന്വേഷിച്ചത് കണ്ടുവന്നതാ. പോയി പഠിക്ക്. ദേവൂട്ടി, അതെ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിന്റെ പിറന്നാളാ. മൂകാംബിക അമ്മ നിന്നെ എനിക്ക് തന്ന ദിവസം. രാവിലെ എഴുന്നേറ്റ് എന്റെ കൂടെ അമ്പലത്തിൽ വന്നോണം. അതിന് മടിയൊന്നും കാണിച്ചേക്കരുത്. ഗുഡ് മോർണിംഗ് കിഷൻ. ഗുഡ് മോർണിംഗ്. ഞാൻ വിനോദിനെ കാത്തുനിൽക്കായിരുന്നു. ആ, എന്താ കാര്യം? അത് ഒരു ചെറിയ വിശേഷം. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. ആണോ? ആ. അപ്പോ എന്റെ വക അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. താങ്ക് യു.